ഹായ് ഹലോ വെൽക്കം ടു Nethyasmagic. ഇന്നൊരു റിഫ്രഷിംഗ് ഡ്രിങ്കുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമ്മളുടെ നാരങ്ങ വെള്ളമാണ് സംഭവം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 5 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മളിപ്പോൾ 2 നാരങ്ങയാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ ചെറിയ നാരങ്ങയാണ്, 2 നാരങ്ങയാണ് എടുക്കുന്നത്. പഞ്ചസാര നമ്മളിപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. ഞാനിവിടെ ലെമൺ സ്ക്യൂസർ വെച്ചിട്ടാണ് കേട്ടോ പിഴിഞ്ഞ് ചേർക്കുന്നത്, അല്ലെങ്കിൽ അരിയൊക്കെ വീഴില്ലേ. അപ്പോൾ ലെമൺ സ്ക്യൂസർ വെച്ചിട്ട് നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ. നല്ല മധുരം വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഒരു നോർമൽ മധുരമായിരിക്കും. മാത്രമല്ല നമ്മളിതിൽ ലാസ്റ്റ് ഹണിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടത്. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഈ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇഞ്ചി ചതയാൻ പാടായതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്തിട്ടത് കേട്ടോ. ഇതിപ്പോൾ ഇഞ്ചി നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. 1/4 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു വരില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. നമുക്ക് കുടിക്കുമ്പോൾ കടിക്കണ പാകത്തിന് ഇങ്ങനെ കിടക്കും. പിന്നെ വേണ്ടുന്ന ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് നമുക്കിതൊന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം ഏകദേശം. ഇനി നമുക്കിതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ആദ്യം കുറച്ച് ഹണി ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ 1.5 സ്പൂൺ ഹണിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി പഞ്ചസാര ചേർത്തിട്ടുണ്ടല്ലോ, അപ്പം അധികം മധുരം വേണ്ട. അപ്പം ഞാൻ 1.5 സ്പൂൺ ഹണിയാണ് ചേർക്കുന്നത്. ആ ഹണി ഗ്ലാസിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇടാം. ഓൾറെഡി നമ്മൾ ഐസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടിച്ചു വച്ചേക്കുന്ന ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഇങ്ങനെ കൊത്തായിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ഇത് അരിച്ചിട്ട് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ അരിക്കുന്നില്ല, കാരണം കുടിക്കുമ്പോൾ അതൊന്ന് കടിക്കുന്നതല്ല അതിൻ്റെ ഒരു ടേസ്റ്റ്. 3/4 ഗ്ലാസ് ഒഴിച്ചാൽ മതി കേട്ടോ. ബാക്കി നമുക്ക് വെള്ളം ചേർക്കണം, കാരണം നമ്മൾ നല്ല കട്ടിക്കാണ് നാരങ്ങ ജ്യൂസ് അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ചേർക്കാം. ഇനി ഒരു നുള്ളി ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് കലക്കി എടുക്കാം നന്നായി. എന്നാലും നമ്മൾ താഴത്തെ ഹണിയൊക്കെ ഇതിലൊന്ന് മിക്സായി വരുള്ളൂ. ഇതാ നമ്മുടെ ജിഞ്ചർ ഹണി ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, കാരണം ജിഞ്ചറിൻ്റെ ആ ഒരു എരിവും നാരങ്ങയുടെ പുളിയും പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ലേ, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാനായി. വീണ്ടും കാണാം. താങ്ക്